പൊങ്കാല പൊങ്കാല സ്വർണ്ണപാത്രങ്ങൾ ദേവനൈവേദ്യം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരർത്ഥത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. പ്രത്യേകിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 19 സീറ്റുകളിലാണ് വിജയിക്കാൻ സാധിച്ചത്. LDF ആണെങ്കിൽ കേവലം ഒരു സീറ്റിൽ ഒതുങ്ങുകയും ചെയ്തു. ഇനി ആലത്തൂർ ലോക്സഭാ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ അവിടെയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതം തന്നെയായിരുന്നു. കാരണം രമ്യ ഹരിദാസ് ആയിരുന്നു വിജയിച്ച സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. രമ്യയുടെ 1 ലക്ഷത്തിൽ പരം വോട്ടുകൾ നേടിക്കൊണ്ടുള്ള ആ വിജയം യഥാർത്ഥത്തിൽ കോൺഗ്രസ് പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, രമ്യയും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് രമ്യ ഹരിദാസ് പാട്ടും പാടി ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചു വന്നത്. ഇനി 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആ വിജയം ഊട്ടി ഉറപ്പിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. എന്നാൽ അതേസമയം തന്നെ LDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും LDF അത്ര കണ്ട് തന്നെ അനുഭവ സമ്പത്തുള്ള വ്യക്തികളെയാണ് സ്ഥാനാർത്ഥികളാക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരുന്നത്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് LDFിന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിക്കുന്ന വിവരം എന്ന് പറയുന്നത് അത് മന്ത്രിസഭയിൽ നിന്നുള്ള ഒരു മന്ത്രിയെ തന്നെ ഇറക്കിക്കൊണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള ചർച്ചകളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് കെ രാധാകൃഷ്ണൻ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്നു എന്നുള്ള ചർച്ചയുണ്ടായിരുന്നു. കെ രാധാകൃഷ്ണനെ CPM ഒതുക്കുകയാണോ അതോ വളർത്തുകയാണോ എന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ തരത്തിൽ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും എല്ലാം തന്നെ കെ രാധാകൃഷ്ണന്റെ പേര് LDFിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി എന്തുകൊണ്ടാണ് കെ രാധാകൃഷ്ണനെ ആലത്തൂർ നിർത്തിയത് എന്ന് LDFിനോട് ചോദിച്ചാൽ LDF പറഞ്ഞിട്ടുണ്ടായിരുന്ന ഉത്തരം എന്ന് പറയുന്നത് ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഇക്കുറിയെങ്കിലും രമ്യ ഹരിദാസിന്റെ കയ്യിൽ നിന്നും വാങ്ങുകയേ തീരൂ എന്നുള്ളതാണ്. കാരണം ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറിയ പ്രായമുള്ള ലോക്സഭാ മണ്ഡലമാണ്. കഴിഞ്ഞ 2 തവണകളായിട്ട് PK ബിജുവിന്റെ കയ്യിലായിരുന്ന ആ ലോക്സഭാ മണ്ഡലമാണ് 19 രമ്യ ഹരിദാസ് പിടിച്ചെടുക്കുക, അതായത് UDFിന്റെ കോട്ടയമായിരുന്നത്. ഇനി അവിടെ നിന്നും വീണ്ടും LDFിലേക്ക് തിരിച്ച് പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് യാതൊരു തരത്തിലുള്ള ഒരു മറുചിന്തയില്ലാതെ കെ രാധാകൃഷ്ണനെ ആലത്തൂർ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ളതായിരുന്നു LDFിന്റെ ഒരു ന്യായീകരണം എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിൽ LDFിന് തെറ്റുപറ്റിപ്പോയോ, രമ്യ ഹരിദാസിനോളം തന്നെ അല്ലെങ്കിൽ രമ്യ ഹരിദാസിനെ വീഴ്ത്താൻ രാധാകൃഷ്ണനെ പോലെ ഒരാൾ വേണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉയർന്നു വന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ LDFിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും തന്നെ ആലോചിക്കാനുള്ള സമയമില്ല, അതായത് ഒരു പരീക്ഷണത്തിനുള്ള സമയമില്ല. കെ രാധാകൃഷ്ണൻ തന്നെയാണ് അവിടെ ഏറ്റവും ഉചിതനായ വ്യക്തി എന്ന് LDF തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനത്തെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ടുള്ള വാർത്തകൾ വരുന്നത്. അതായത് കെ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ നല്ല ജനസമ്മതിതനായ ഒരു നേതാവ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം കലാമണ്ഡലം ഗോപിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആരോപണങ്ങളെല്ലാം നിലനിന്നിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപി എന്ന് പറയുന്ന തൃശ്ശൂരിന്റെ NDAയുടെ സ്ഥാനാർത്ഥി അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അതായത് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്നും ഒരു ഡോക്ടറാണ്, ഒരു പ്രമുഖ ഡോക്ടറാണ് അദ്ദേഹത്തെ വിളിച്ചതെന്നും അതിനുശേഷം പത്മഭൂഷൺ വേണ്ടേ എന്നെല്ലാം തന്നെ ചോദിച്ചു എന്നെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിന്നു ണ്ടായിരുന്നു. സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങളും വിവാദങ്ങളും NDAക്ക് എതിരെ നിലനിന്നിരുന്ന സാഹചര്യമായിരുന്നു. കഴിഞ്ഞ ദിവസം കലാമണ്ഡലം ഗോപിയുടെ മകനാണ് യഥാർത്ഥത്തിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം അദ്ദേഹം തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നുണ്ട്. സ്നേഹം കൊണ്ട് ആരും വീർപ്പ് മുട്ടിക്കരുത് അല്ലെങ്കിൽ ഇങ്ങനെ ഉപദ്രവിക്കരുത് എന്ന് പറയാൻ വേണ്ടിക്കൊണ്ട് മാത്രമാണ് താൻ ആ പോസ്റ്റ് ഇട്ടതെന്നും അത് വലിയ തരത്തിലുള്ള ചർച്ചയായെന്നെല്ലാം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടെ വാർത്ത അവസാനിക്കുന്നില്ല. അതിനുശേഷം വീണ്ടും ഒരു വാർത്ത വരികയാണ്. കലാമണ്ഡലം ഗോപി ഒരു വീഡിയോ ഇറക്കുകയാണ്. ആ വീഡിയോയിൽ പറയുന്നത് കെ രാധാകൃഷ്ണനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു വീഡിയോ, അതായത് കെ രാധാകൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇറങ്ങുന്നത്. അതായത് NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി വോട്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ പേരിൽ ഒരു അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞൊരു കോള് വന്ന സാഹചര്യത്തിൽ അതിനെ അപ്പാടെ നിരസിച്ചുകൊണ്ട് കെ രാധാകൃഷ്ണന് വേണ്ടി പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ഒരു വീഡിയോ ഇറക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന തലത്തിലേക്ക് ഈ വാർത്ത എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് കെ രാധാകൃഷ്ണൻ എന്നാണ്. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് കെ രാധാകൃഷ്ണന് വേണ്ടി താൻ വോട്ട് അഭ്യർത്ഥിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തെ തനിക്ക് വ്യക്തിപരമായി അറിയാം. അദ്ദേഹത്തിന്റെ
എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നറിയാം. അദ്ദേഹം ചേലക്കരയിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ താൻ നേരിട്ട് കണ്ടതാണെന്നെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്കുള്ള ഒരു വായനയാണ് കലാമണ്ഡലം ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളത് ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ ഭീതിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് സ്വാധീനിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. സ്വാധീനിക്കാൻ ശ്രമിക്കൽ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. പക്ഷേ പത്മഭൂഷൺ പോലെ അത്ര വലിയൊരു പരമോന്നതമായ ഒരു കാര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അത് ഇക്കുറി വേണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്പം ഭീഷണി കലർന്ന ഒരു സ്വരത്തിൽ ഒരു സ്വാധീനം ഉണ്ടാകുക എന്ന് പറയുന്നത് അത് തീർത്തും ലജ്ജാകരമാണ്. അതേസമയം തന്നെ അല്പം ഭീതിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പല VIP-കളും തന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലും യാതൊരു തരത്തിലും തന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് K. രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. ആ K. രാധാകൃഷ്ണൻ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ അദ്ദേഹം ആകൃഷ്ടനായി എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തിയിൽ തന്നെയാണ് അദ്ദേഹത്തിന് അനുകൂലമായി സംസാരിക്കാനായിട്ട് ഇപ്പോൾ കലാമണ്ഡലം ഗോപിയെ പോലുള്ള ഒരു വ്യക്തി മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം എന്ന് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം രമ്യ ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തി അവർ തീർത്തും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വന്ന ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ്. ഇക്കുറിയും അതേ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രമ്യ ഹരിദാസിന്റെ പ്രചരണങ്ങളെല്ലാം തന്നെ കാണുന്നതും. ഇക്കുറിയും പാട്ടുകൾ പാടിക്കൊണ്ട് തന്നെയാണ് ജനങ്ങൾക്കിടയിൽ ഒരു ഓളം ഉണ്ടാക്കാനായിട്ട് രമ്യയുടെ ശ്രമമെല്ലാം തന്നെ നടക്കുന്നതും. ഇതേ സാഹചര്യത്തിൽ തീർത്തും മൗനത്തോടുകൂടി അല്ലെങ്കിൽ അത്ര വലിയ ഒച്ചപ്പാടും ബഹളങ്ങളും ഒന്നും തന്നെ ഉണ്ടാക്കാതെ വളരെ സൈലന്റായ രീതിയിൽ ഒരു പ്രചരണം നടത്തുന്ന ഒരു വ്യക്തിയായിട്ട് രാധാകൃഷ്ണൻ മാറുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെല്ലാം തന്നെ ഒരർത്ഥത്തിൽ രാധാകൃഷ്ണനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ നാവായി പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവൃത്തി അനുഭവിച്ച വ്യക്തികൾ തന്നെയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഘടകം.